വിശ്വാസികൾക്കതില്ല. ഈ പറയുന്നില്ല, എന്റെ നാക്കെടുത്ത് വളപ്പിക്കരുത്. പബ്ലിക്കൊന്നുമല്ല, പബ്ലിക്കിനൊന്നും ഇതിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഈ രാജ്യം? അതിന്റെ വ്യക്തമായ മാറ്റങ്ങൾ കാണുന്നു. നിങ്ങൾ വെറുതെ ആട്ടപ്പട്ടലം ഒഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വരുന്നു, ഇവിടെ ഉള്ളവർക്ക് അത് താങ്ങാനാവുന്നില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി NDAയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ഒപ്പം രാഷ്ട്ര സേവനം നടത്താനുള്ളവരുടെ ഒരു കുത്തൊഴുക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിലെ മാറ്റത്തിന്റെ വെന്നിക്കൊടിയാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ആവേശം ഇതിന് മുമ്പൊന്നും ഇല്ലാത്തതാണ് എന്ന് ഞാൻ പറയുന്നില്ല. ആവേശം അവർക്കുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു തിരുത്തൽ എന്ന് പറയുന്ന അധിക ആവേശം ഇപ്പൊ അവർക്കുണ്ട്. അതെനിക്ക് വലിയ ഊർജമാണ് പകർന്നു നൽകുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വലിയ ഉത്തരവാദിത്വമാണെന്നും എനിക്കറിയാം. തൃശ്ശൂരിനെ സംബന്ധിച്ച് ലീഡർക്കുണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതുകൂടി സാക്ഷാത്കരിക്കുന്ന തരത്തിൽ, ലീഡർ മുകളിലിരുന്ന് സന്തോഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞാൻ അഹോരാത്രം പണിയെടുക്കും. കോൺഗ്രസുകാരുടെ അടക്കം വലിയ പിന്തുണ ഉണ്ടാവും. കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ഇടതരും വലുതരും ഒന്നുമില്ല ഇതില്. അവർക്ക് മാറ്റം ആവശ്യമാണ്. അതൊന്ന് കോൺഗ്രസുകാരെക്കാൾ കൂടുതൽ മാർക്സിസ്റ്റുകാരാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് വലിയ മാറ്റമാണ് അവർ കൊതിക്കുന്നത്. അതിന് എനിക്ക് പാത്രമാകാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ഒരുപാട് വിവാദങ്ങളിൽ പെടുത്താൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. വർഗീയതയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആർക്കാണ് വർഗീയത? ഇത് ഇനിയും എടുത്ത് മുന്നോട്ട് വരും. എന്റെ ആചാരമാണത്. വിശ്വാസികൾക്കതില്ല. ഈ പറയുന്നില്ല, എന്റെ നാക്കെടുത്ത് വളപ്പിക്കരുത്. പബ്ലിക്കൊന്നുമല്ല, പബ്ലിക്കിനൊന്നും ഇതിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാനുള്ളത്? തൃശ്ശൂർ വഴി കേരളത്തിന് എന്താണ് സംഭാവന ചെയ്യാനുള്ളത്? ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തു? ഇനി ഞങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വേറൊരാളിൽ കഴിവ് നോക്കട്ടെ എന്ന് കേരളം തീരുമാനിക്കും. മാതാവ് തീരുമാനിക്കും. അതെന്ത് തന്നെ സ്വീകരിച്ചിരിക്കും.